ഹലോ, വെൽക്കം ടു അവർ ഫ്ലിപ്പിംഗ് ഡേ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മനാർ മോളിനകത്തുള്ള ഫ്ലിപ്ഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കിഡ്സ് ഏരിയ ഉണ്ട്. ദേ പ്രൊവൈഡ് ഹിയർ എ റാംപേജ് റൂം ആൻഡ് എ ഗ്രിം ഹോട്ടൽ. ഗ്രിം ഹോട്ടലിൻ്റെ ക്ലിപ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ ഒരു ഫിഷിംഗ് ഏരിയ ഉണ്ട്, ചെറുതായിട്ട് ഈ പുക വരുന്ന പോലത്തെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു സൂപ്പർ മാർക്കറ്റും ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ഏരിയ ആണ്. ഇവിടെ ഒരു ചൈൽഡിൻ്റെ ഒരു അഡൽറ്റിനും കൂടെ കയറാൻ പറ്റും. ആൻഡ് അഡൽറ്റിന് കളിക്കുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഒന്നും മറക്കാൻ പാടില്ലല്ലോ. അതെൻ്റെ അനിയൻ ഓരോന്നും എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നതാണ്. നേരത്തെ ചെയ്ത ബബിൾ കറക്റ്റ് അല്ല എന്നുള്ളത് കാണിക്കുന്നതാണ് ഇവാന ബേബി ഇവിടെ. എനിക്ക് തോന്നുന്നു ഇതുവരെ എൻ്റെ അനിയൻ ഇത് ഫിഗർ ഔട്ട് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുക. പക്ഷേ ഈ പിള്ളേരങ്ങനെ നിൽക്കത്തില്ല, അവർ ഓരോന്നും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോകും. ഫൈനലി എൻ്റെ അനിയൻ ചെയ്തിരിക്കുന്നു. ഹി ഫൗണ്ട് ഔട്ട് ഹൗ ദിസ് വർക്ക്സ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ചൈൽഡ്ഹുഡിലും ഇതുപോലെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കുമെന്ന്. ബട്ട് നെവർ മൈൻഡ്, കിഡ്സ് ഹാപ്പി ആണെങ്കിൽ നമുക്കത് മതി. ഫിഷിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഉള്ളത് കാണിക്കാനാണ് അനിയൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവാന ചെയ്ത അത്രയും ഒരിത് എൻ്റെ അനിയനെ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഈ ഗാബി പിന്നെ ഇതൊന്നും നോക്കുന്നില്ല. അവനെല്ലാം തിരിച്ചെടുത്ത് വെക്കണം, കറക്റ്റായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. കിഡ്സൊക്കെ ഇങ്ങനെ ഓരോന്നും കളിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിടിക്കും, ദൈവമേ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്, വേറെ പിള്ളേർ എന്തെങ്കിലും ചെയ്യുമോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് അതിൻ്റെ ചുറ്റുവട്ടത്ത് അങ്ങ് നിന്നാൽ മതി. അവർ കളിക്കുന്നത് കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം, 2 hours ഇഫ് ദേ ആർ ഹാപ്പി, നമ്മളും സാറ്റിസ്ഫൈഡ് ആണ്. ക്യാബിമോൻ ഓരോന്നും ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ അവൻ്റെ സ്വന്തം രീതിയിൽ മനസ്സിലാക്കുക. അവസാനമായപ്പോൾ അവനും മടുത്തു. അവൻ അതിൻ്റെ മേലെ കയറി സ്ലൈഡ് ചെയ്ത് താഴോട്ടേക്ക് വന്നു. പിന്നെ അവൻ്റെ ഇൻട്രസ്റ്റ് അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. എല്ലാ വെജിറ്റബിൾസും ഒരു പാട്ടയിലോട്ടിട്ടു. പക്ഷെ കൈ നിന്നില്ല, ടക്കെന്ന് പറഞ്ഞ് താഴെ പോയി. പിന്നെ റാംപേജ് റൂമിൽ നമ്മളൊരു സോക്സ് ഇടുവാണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ അവിടെ കിടന്ന് ചാടാം, അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാം. അവർ കളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കാം. ജസ്റ്റ് കൂടെ നിൽക്കുക, 2 hours അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യുക. എല്ലാ മദേഴ്സും അവരുടെ കെയർ ഗിവേഴ്സും ഒക്കെ കൂടെ ഉണ്ടാവും. അതാണ് ഇന്നത്തെ വീഡിയോ. ബൈ, ടേക്ക് കെയർ.